നമസ്കാരം. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാം. രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി ഇന്ന് മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് MT വാസുദേവൻ നായർ നടത്തിയ പ്രസംഗത്തിന്റെ ക്ഷീണത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രിയും ശിങ്കിടികളും. MT നടത്തിയത് മുഖ്യമന്ത്രിയെയോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ ഉദ്ദേശിച്ചിട്ടുള്ള വിമർശനമല്ല എന്നത് കാണിക്കാൻ വേണ്ടിയുള്ള തന്ത്രപ്പാടിലാണ് ദേശാഭിമാനി ഉൾപ്പെടെ ഇന്ന് രംഗത്തുള്ളത്. അതിനാൽ പാർട്ടി പത്രമായ ദേശാഭിമാനിയുടെ പ്രധാന വാർത്തയും ഈ വിഷയം തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് വിഷയത്തിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രിയുടെ വിശിഷ്ടാതിഥികൾ എത്തിയ KLF സാഹിത്യോത്സവ ഉദ്ഘാടന വേദിയിൽ പിണറായി വിജയൻ ഇരിക്കെ MT വാസുദേവൻ നായർ രൂക്ഷമായ രാഷ്ട്രീയ വിമർശനം നടത്തി. അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി ഇന്ന് മാറിയെന്നും MT ചൂണ്ടിക്കാട്ടി. ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കുകയോ ആരാധകരാക്കുകയോ ചെയ്യും. തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന പ്രതി ഒരു മഹാരഥനും ഇവിടെ ഇല്ല എന്നും MT തുറന്നടിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിയുള്ള MTയുടെ ഈ രാഷ്ട്രീയ വിമർശനം CPM-നെയും KLF സംഘാടക സമിതിയെയും ഒരേ രീതിയിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. സംഭവം വിവാദമായതോടെ വിഷയത്തിൽ തലയൂരാൻ വിശദീകരണവുമായി എഴുത്തുകാരൻ NE സുധീർ ഒരു വശത്ത് ആഞ്ഞു ശ്രമിക്കുന്നു. ഇതൊന്നും താൻ അറിഞ്ഞുകൊണ്ടുള്ള ഒരു വിമർശനമായിരുന്നില്ല എന്നും എല്ലാം MT മാത്രം തീരുമാനിച്ച് പറഞ്ഞതാണെന്നും സുധീർ പ്രതികരിക്കുന്നു. കഴിഞ്ഞ ദിവസം MTയെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ നാളെ KLF ഉദ്ഘാടന വേദിയിൽ വെച്ച് ചിലത് പറയുമെന്നും എല്ലാം വിശദമായി താൻ എഴുതി വെച്ച് തയ്യാറാക്കിയിട്ടുണ്ട് എന്നും MT പറഞ്ഞതായാണ് സുധീർ അഭിപ്രായപ്പെടുന്നത്. അതിത്രയും കനത്ത ഒരു രാഷ്ട്രീയ വിമർശനമാകുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്നും സുധീർ കൂട്ടിച്ചേർത്തു. എന്നാൽ വിഷയം വിവാദമായിട്ട് പോലും ഇതിലൊന്നും പതറാതെ താൻ പറഞ്ഞത് യാഥാർത്ഥ്യമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് MT വാസുദേവൻ നായർ. ഞാൻ വിമർശിക്കുകയായിരുന്നില്ല, ചില യാഥാർത്ഥ്യം പറയണമെന്ന് എനിക്ക് തോന്നി, പറഞ്ഞു, അത്ര തന്നെ. അത് ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയിട്ടുണ്ടെങ്കിൽ അത് അത്രയും നല്ലത്. ഇതായിരുന്നു വിഷയം വിവാദമായതോടെ MTയുടെ മറുപടി. അതായത് രാഷ്ട്രീയ പ്രവർത്തന രീതി മാറിയെങ്കിൽ അതുപോലെ തന്നെ പൊതുജനത്തിന്റെ അഭിപ്രായ പ്രകടനവും പ്രതിഷേധ രീതിയും മാറിയെന്ന് ഒന്നുകൂടെ തെളിഞ്ഞിരിക്കുന്നു. ഭരണം തലയ്ക്ക് പിടിച്ചുകൊണ്ട് മന്ത്രിമാർ വിലസുന്നുവെങ്കിൽ അതിന് കൃത്യമായി പ്രതികരിക്കാൻ പൊതുജനങ്ങളും പഠിച്ചു കഴിഞ്ഞു. മറിയക്കുട്ടിയും MTയും ജയസൂര്യയുമെല്ലാം ഇത്തരത്തിൽ പ്രതികരിക്കാൻ പഠിച്ച സാധാരണക്കാരുടെ ഉത്തമ ഉദാഹരണമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നടൻ ജയസൂര്യ സമാന രീതിയിൽ പ്രതികരിച്ചത്. കൃഷിമന്ത്രി P പ്രസാദിനെയും മന്ത്രി P രാജീവിനെയും വേദിയിലിരുത്തി സർക്കാരിനെ രൂക്ഷമായി ജയസൂര്യ അന്ന് വിമർശിച്ചത് നാം കണ്ടു. കൃഷിക്കാർ അനുഭവിക്കുന്നത് ചെറിയ പ്രശ്നങ്ങളല്ല എന്നും നെല്ല് സംഭരിച്ച് സപ്ലൈകോക്ക് നൽകിയിട്ട് പോലും പണം അനുവദിക്കുന്നില്ല എന്നും ജയസൂര്യ അന്ന് തുറന്നടിച്ചു. സഹപ്രവർത്തകനും കർഷകനുമായ നടൻ കൃഷ്ണപ്രസാദിന്റെ അടക്കം ദുരവസ്ഥ ചൂണ്ടിക്കാട്ടിയായിരുന്നു ജയസൂര്യയുടെ ആ പരാമർശം. മന്ത്രി നായകനാണെങ്കിലും അറിയുന്നത് അവസാനമായിരിക്കുമെന്നും അന്ന് ജയസൂര്യ പറഞ്ഞിരുന്നു. സിനിമ പരാജയപ്പെട്ടാൽ ഏറ്റവും അവസാനം നായകനാണ് അറിയുന്നത് പോലെയാണ് ഇന്നത്തെ ഭരണം എന്നതാണ് അതിലൂടെ ജയസൂര്യ തുറന്നടിച്ചത്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു അന്ന് ജയസൂര്യ പ്രതികരിച്ചത്. അതേപോലെ തന്നെ മറിയക്കുട്ടി ഈ അടുത്ത സർക്കാരിനോട് പെൻഷൻ വിഷയവുമായി പ്രതികരിച്ചു. ഇത്തരത്തിൽ ഓരോ ജനങ്ങളും പ്രതികരണവുമായി രംഗത്തേക്ക് വരുന്നു. ഇതിനെല്ലാം മറുപടി പറയാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നാണ് ഇതിനെല്ലാം ഉത്തരം ലഭിക്കുന്നത്. ഈ ഒരു ചോദ്യം മാത്രം ബാക്കി നിൽക്കെ വിഷയം വിവാദത്തിലേക്ക് കടക്കുന്നു.